ഡിയർ പാർക്കിന് മുന്നിലാണ്. ഇവിടെ മാനുകളെയും മ്ലാവുകളെയും പുനരധിവസിപ്പിച്ചിരിക്കുന്നു. ഡിയർ പാർക്കിനുള്ളിൽ കടക്കുമ്പോൾ ആദ്യമായി കാണുന്നത് ഏറുമാടങ്ങളാണ്, അതായത് ട്രീ ടോപ്പ് ഹട്ട്. സാധാരണയായി ആദിവാസികൾ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ ഏൽക്കാതെ താമസിക്കുന്നതിനായി ഏറുമാടങ്ങൾ ഉപയോഗിക്കുന്നു. ഇതുപോലുള്ള ഏറുമാടങ്ങൾ ഇക്കോ ടൂറിസത്തിൽ വിനോദസഞ്ചാരികൾക്കായി നിർമ്മിച്ചിരിക്കുന്നു. ഇവിടെ ഒന്നിലധികം ഏറുമാടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഏറുമാടങ്ങളിൽ കയറുന്നതും അതിൽ നിന്ന് കാഴ്ചകൾ കാണുന്നതും ഒരു പുതിയ അനുഭവമായിരിക്കും. നമ്മുടെ വനങ്ങളിൽ നിന്നും ഇപ്പോഴും നഷ്ടപ്പെടാതെ ബാക്കി നിൽക്കുന്ന മരമുത്തച്ഛന്മാരാണിവ. കാടിന് നടുവിൽ ആകാശത്തോളം വളർന്നു നിൽക്കുന്ന ഈ മരങ്ങൾ ഒരു അപൂർവ കാഴ്ചയാണ്. ഈ കാണുന്നത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇക്കോ പാർക്കാണ്. വനത്തിനുള്ളിൽ തുറന്ന കൂടുകളിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഡിയർ പാർക്കാണിത്. മാനുകൾ ഇവിടെ അതിൻ്റെ സ്വന്തം ആവാസ വ്യവസ്ഥയിൽ വളരുന്നു. സാധാരണ മൃഗശാലകളിൽ നിന്നും വേറിട്ട അനുഭവമാണിത്. ഇങ്ങനെയുള്ള ഇക്കോ പാർക്കുകൾ വന്യജീവികൾക്ക് ഒരു അനുഗ്രഹം തന്നെയാണ്. ഇവിടെയുള്ള മറ്റൊരു വിഭാഗമാണ് മ്ലാവുകൾ. ഈ കാണുന്നതാണ് മ്ലാവുകൾ. ഇന്ന് വളരെയധികം വംശനാശ ഭീഷണി നേരിടുന്ന ഒരു മൃഗമാണിവ. വന്യജീവി സംരക്ഷണ നിയമത്തിൽ പ്രത്യേക സംരക്ഷണ കാറ്റഗറിയിൽപ്പെടുന്ന മൃഗമാണ് മ്ലാവ്. മ്ലാവുകൾ സാധാരണയായി വനാന്തരത്തിൽ തന്നെ കഴിയാൻ ഇഷ്ടപ്പെടുന്ന മൃഗമാണ്. ഇപ്പോൾ കാണുന്നത് ഡിയർ പാർക്കിനടുത്തുള്ള ലുക്ക് ഔട്ട് എന്ന സ്ഥലമാണ്. ഈ ഗോപുരത്തിൽ നിന്നും നോക്കിയാൽ മനോഹരങ്ങളായ ദൂരക്കാഴ്ചകൾ കാണാൻ കഴിയും. ലുക്കൌട്ടിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ പോകുന്നത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇക്കോ പാർക്കാണ്. മ്യൂസിക്കൽ ഫൗണ്ടനിലെത്തി.
സാധാരണയായി വൈകുന്നേരം 6:30 മണിക്ക് മ്യൂസിക്കൽ ഫൗണ്ടനിൽ പ്രോഗ്രാം തുടങ്ങും. ജലധാരയും വർണ്ണവെളിച്ചവും സംഗീതവുമെല്ലാം ഇഴുകിച്ചേർന്ന ഒരു അപൂർവ ജുഗൽബന്ദിയാണ് ഈ മ്യൂസിക്കൽ ഫൗണ്ടൻ. ഈ ജലവർണ്ണ സംഗീത നൃത്ത സമന്വയമായ മ്യൂസിക്കൽ ഫൗണ്ടന്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് കടക്കാം. പ്രകൃതി സംരക്ഷണത്തിൽ ഊന്നിക്കൊണ്ട് നമുക്ക് ഇക്കോ ടൂറിസ്റ്റുകളാകാം. വിദേശികളെയും സ്വദേശികളെയും ഇവിടേക്ക് സ്വാഗതം ചെയ്യാം. തെന്മല ഇക്കോ ടൂറിസം വിനോദസഞ്ചാരികൾക്ക് ഒരു പുത്തൻ ഉണർവ് നൽകും. തീർച്ച.